ക്ലാസ് അല്ലേ? അതെ മാം. സർ ലീവാണ് കേട്ടോ, അതുകൊണ്ടാണേ. പേടിക്കേണ്ട, ആരും സെമിനാറൊന്നും എടുപ്പിക്കൊന്നുമില്ല കേട്ടോ, അതെങ്കിലല്ലേ. പ്രയർ ആരെങ്കിലും ചൊല്ലാമോ? പ്രയർ. പ്രയർ. മിസ് ഞാൻ ചെല്ലാം. ലോകത്തിനാകവേ ശാന്തി നൽകിയിടുന്ന ലോകാദിനാഥന് കൈ തൊഴുന്നീൻ. തൃക്കാലടികളാൽ ഉൾക്കാമ്പിൽ മേവുന്ന ചിക്കാതലെ താണു കൈ തൊഴുന്നീൻ. തിന്മകളൊക്കെയും ദൂരീകരിക്കുവാൻ ഞങ്ങളിൽ കാരുണ്യം പെയ്തിടണേ. കർമ്മനിരതരായി ഞങ്ങളെ മാറ്റുവാൻ കണ്ണു തുറന്നു കനിഞ്ഞിടണേ. എക്കാലം ഞങ്ങൾക്കു മുന്നോട്ടു പോകുവാൻ സത്യമാർഗം തെളിയിച്ചിടണേ. സത്യപ്രകാശമേ നിന്നിലാലിയുവാൻ നിത്യവും ഞങ്ങൾ വണങ്ങിടുന്നേ. ലോകത്തിനാകവേ ശാന്തി നൽകിയിടുന്ന ലോകാദിനാഥന് കൈ തൊഴുന്നീൻ. തൃക്കാലടികളാൽ ഉൾക്കാമ്പിൽ മേവുന്ന ചിക്കാതലെ താണു കൈ തൊഴുന്നേ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon, ma'am. All of us can do great things, but we can do small things with great love. Mother Teresa. Thank you. സൈനിൽ ആരല്ലേ? എന്നൊരു പാട്ട് പാടാൻ. മുറ്റത്തെ മുന്നേ ചെന്ന് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഒന്നൊന്നും തന്നിടാതെ കാതോരം ചൊല്ലിടാതെ എങ്ങോമായും പേരില്ലേ നാളില്ലേ എന്താണെന്നേതാണെന്നേ എന്തെന്നോ ഏതെന്നോ നിന്നാണെന്നും നിന്നെ ഇല്ലെന്നോ. മുറ്റത്തെ മുന്നേ ചെന്ന് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഒന്നൊന്നും ചൊല്ലിടാതെ കാതോരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നാരോ. താങ്ക് യു മിസ്. Okay.
ആഫ്റ്റർനൂൺ ഷംസ് ലീവ് ആയതുകൊണ്ട് കരുതാൻ കേട്ടോ. ആ സെമിനാറിൽ ഇപ്പൊ ഒന്നും പേടിക്കണ്ട. നമുക്കിന്നത് ഡിബേറ്റ് ചെയ്താലോ? ാണോ നിങ്ങള്? ഞാൻ പുറത്താണുള്ളത്, പുറത്താണോ? ഹോസ്പിറ്റലിൽ വന്നു. എന്ത് പറ്റി? ഓക്കെ 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 ശരി. ആര്യ ഒക്കെയോ? ആര്യയുടെ സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണോ ആര്യ? ശരി. ഡിസ്ചാർജായി. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഡിബേറ്റ് സെഷനിലെ when discipline start from school or family. ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൽ നിന്നാണോ ഫാമിലിയിൽ നിന്ന്? ഡിസിപ്ലിൻ അതായത് ഒരാളുടെ ലൈഫിലേക്ക് ലൈഫ് ലോങ് ഡിസിപ്ലിൻ ഉണ്ടാകുന്നത് സ്കൂളിൽ നിന്നാണോ ഫാമിലിയിൽ നിന്നാണോ എന്നാണ് നിങ്ങൾക്കുള്ള ചോദ്യം. കേൾക്കുന്നുണ്ടോ? യെസ്. ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. അപ്പൊ നമ്മൾ ഡിബേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇതിനെ അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ട് അല്ലെ? എഗ്രി ചെയ്യുന്നവരുണ്ടാവും, ഡിസഗ്രി ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ. അപ്പൊ ആദ്യം ഒരാള് അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. ഒരാൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കും. ആരാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ പറയാം. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ എന്ന് പറയോ? When discipline start from school or family? ഫാമിലി. അങ്ങനെയല്ല പറയണ്ടേ, ഡിബേറ്റ് ചെയ്ത് പറയണം. ഞാന് അതിപ്പോ വനജ പറയുന്നത് വനജ പറയുന്നത് കേൾക്കും. അപ്പൊ വനജ പറയുന്നതില് നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ അതല്ല അങ്ങനെ ആയിരിക്കില്ല ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. അങ്ങനെ എതിർത്ത് പറയാൻ പറ്റും. അതാണ് ഡിബേറ്റ്സ്. അത് അടുത്ത ആള് പറയുന്ന കാര്യത്തില് അത് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നാണെങ്കിൽ നിങ്ങളത് പറയാം. അങ്ങനെ പറയണം കേട്ടോ. ഏത് ലാംഗ്വേജ്? ഇംഗ്ലീഷ് വല്ല കാണുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. അപ്പൊ മിസ് പറഞ്ഞ ഒരു ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും അത് ഫാമിലിയിൽ നിന്നാണ്. ഒരു 90% ആ ഡിസിപ്ലിൻ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഡിസിപ്ലിൻ ഏകദേശം നമ്മൾ പഠിച്ചു വരുന്നത് ഫാമിലിയിൽ നിന്നാണ്. പിന്നെ ഒരു 10% നമുക്ക് സമൂഹത്തിൽ നിന്നും, നമ്മൾ സ്കൂളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ബാക്കി പഠിക്കാം. പക്ഷെ അതിന്റെ ഏകദേശം ഒരു എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാം ഡിസിപ്ലിന്റെ ചെറിയതാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ സ്വയം ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ഡിസിപ്ലിനാണ്. മറ്റുള്ളവരോട് പെരുമാറ്റം ഇതെല്ലാം കൂടി ചേർത്തിട്ടല്ല നമ്മളൊരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും അല്ലെങ്കിൽ നമ്മൾ സ്വയം എങ്ങനെ ഒതുങ്ങി കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളിലേക്ക് ഒതുങ്ങല്ല ഉദ്ദേശിച്ചത്. എന്നാലും മറ്റുള്ളവരുമായിട്ട് ഒരുപാട് ഇതാവാണ്ട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതൊക്കെയാണ് ഞാൻ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് 90% അത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. കൂടുതലും കുട്ടികളെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും കുട്ടികൾ കണ്ടുപഠിക്കുന്നത് പാരന്റ്സ് ആണ്. പാരന്റ്സ് അവർ എത്രത്തോളം അവര് നന്നായി പെരുമാറുന്നുണ്ടോ, അവര് പരസ്പരം എങ്ങനെയുണ്ട് നമ്മൾ കാണാത്തതും കൂടി ചിലപ്പോൾ കുട്ടികൾ അതിലൂടെ അവര് മനസ്സിലാക്കും. നമ്മളൊരു ചെറിയ കാര്യത്തിനാണ് പാരന്റ്സ് വഴക്കിടുന്നതെങ്കിൽ അത് കുട്ടികൾ വലിയ കാര്യമായിട്ട് അവര് മനസ്സിലാക്കും. അപ്പൊ ഡിസിപ്ലിന്റെ നമ്മള് കുട്ടികളായാലും വലിയവരാണെങ്കിലും നമ്മളത് എന്താ പറയാ ഫാമിലിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ വനജ പറയുന്നത് ഫാമിലിയിൽ നിന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് കൂടുതൽ ഫാമിലി എന്നാണ് പറയുന്നത്. ഇതിനെ പ്രതിഫലിക്കുന്നുണ്ടോ? ഞാൻ മുഴുവനായിട്ട് ഒപ്പോസ് ചെയ്യുന്നില്ല. മാറി നിന്ന് പറയാന്നേ മാം. ചിലപ്പോ ഞാൻ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് പറയുന്നേ. പിന്നെ മുഴുവനായിട്ട് ഒപ്പോസ് ചെയ്യുന്നില്ല, എങ്കിലും അതിൽ ില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 50% നമുക്ക് കൊടുക്കാം. കാരണം ഇപ്പൊ LKG തൊട്ട് കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ PKG എന്ന് വേണമെങ്കിൽ ഒരു 3 വയസ്സ് തൊട്ട് കുട്ടികൾ അല്ലെ. അപ്പൊ അതിന് മുന്നേ ആകെ ഒരു 3 വർഷമാണ്. അതില് നമ്മള് പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അത്ര നല്ലതെന്ന് കാര്യങ്ങൾ, അതായത് 50% നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് എത്രത്തോളം കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ബാക്കി കാര്യം തന്നെയാണ്. ശബ്ദം ഭയങ്കരമായിട്ട് കട്ടായി പോകുന്നത്. ക്ലിയർ ആവുന്നില്ല പറയുന്നത്.
അതില് ഒരു 50% നമുക്ക് വേണമെങ്കിൽ ഫാമിലിക്ക് കൊടുക്കാം. കാരണം ഒരു 3 വയസ്സ് വരെയല്ലേ നമുക്ക് കുട്ടികളെ കിട്ടുന്നുള്ളൂ. അതിനുശേഷം കുട്ടികൾ സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നത്. കുറച്ചുകൂടി മുൻപങ്ങളിൽ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ 90% കൊടുക്കാൻ പറ്റും. കാരണം കുട്ടികൾ മിങ്കിളായി അതിൽ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കും. പക്ഷെ ഇപ്പൊ അണുകുടുംബമായി ജീവിക്കുന്നത് കുട്ടികൾക്കും വാശിയാണ്, ചെറുതു മുതലേ വാശിയാണ്. അപ്പൊ ഇതൊന്നും മാറുന്നത് കുട്ടികൾ പോകുമ്പോഴാണ്. അവിടെ നിന്നാണ് ഡിസിപ്ലിൻസും നമ്മൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യണം, മറ്റുള്ളവരെ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തില്. അതുകൊണ്ട് ആ 90% തന്നെയാണ് അവരെ ലീഡ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ കുട്ടികൾ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെ സ്കൂൾ കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഡിസിപ്ലിൻസ് വരുന്നതെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഇതാണ് റസ്മിനയുടെ അഭിപ്രായം. റസ്മിന ശരിക്കും ഇപ്പൊ എന്താ ചെയ്തത്? വനജ പറഞ്ഞ അഭിപ്രായത്തോട് ഡിസഗ്രി ആണ് ചെയ്തത് അല്ലേ? ആണോ? പ്രതികൂലിച്ചല്ലേ സംസാരിച്ചത്? ഓക്കെ, ഇപ്പം റംസീന പറഞ്ഞത് അത് ശരിയാണ്. അത് ഒരു ശരിയാ. കാരണം ഇപ്പൊ എന്റെ ചേച്ചിയുടെ മോൻ ഭയങ്കര വൃത്തിയായിരുന്നു. ചെരുപ്പ് ഇട്ടുകൊണ്ടേ ഇറങ്ങത്തോളൂ, അഴുക്ക് പറ്റിയ പെട്ടെന്ന് കഴുകും, അങ്ങനൊരു ഇതായിരുന്നു കൊച്ചിന്റെ മൈൻഡ്. കൊച്ചിനെ പ്ലേ സ്കൂളിൽ വിടാൻ തുടങ്ങിയപ്പോ തൊട്ട് ചെളിക്കകത്ത് ചവിട്ടും, വൃത്തിയില്ലാതെ കാല് കഴുകത്തില്ല, കേറി അകത്ത് ചെളിയായിട്ട് വരും. എന്നിട്ട് അവിടെ ഇപ്പൊ പിള്ളേര് കരയുന്ന കണക്കാ കൊച്ചു കരയുന്നത്. കിടന്നങ്ങ് ഉരുണ്ട് കരയത്തേ ഉള്ളു. എന്തെങ്കിലും ഒരു നിർബന്ധം, ഇപ്പം എന്തെങ്കിലും ഒരു സാധനം വേണോന്ന് പറഞ്ഞാൽ അവന് വേണം. ഇല്ല, അപ്പം അവിടെ പല രീതിയിലാ പിള്ളേര് കരയുന്നത്. ആ രീതിയിൽ ഇപ്പൊ അവൻ കരയുന്നത്. കിടന്ന് കരയും, തല കുത്തി കരയും, ഭയങ്കര വാശി ഇപ്പൊ ആണ്. അത് അവിടുന്ന് പഠിച്ചതാ. അത്രയും ഇതില്ലായിരുന്നു കൊച്ചിന്. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് അങ്ങോട്ട് വിടാനും ഒരു മടി. പറയൂ. പറഞ്ഞോ. അല്ല, സുറി പറഞ്ഞോ, കുഴപ്പമില്ല. നിങ്ങൾ തമ്മിൽ എഴുതിയിടല്ലേ, ആർക്കും ഒരാൾ തീരുമാനിക്കും. ഞാൻ പറയാൻ വന്ന ജോഫി പറഞ്ഞു, ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഞാനൊന്ന് ഫുള്ളായിട്ടും ഒപ്പോസ് ചെയ്യുകയാണ്. കാരണം സ്കൂളിൽ നിന്ന് വൃത്തിയെ കുറിച്ച് ശരിയാണ്, ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും. ചില കുട്ടികൾ അങ്ങനെ ഇൻഡിസിപ്ലിൻഡ് ആവാറുണ്ട്. പക്ഷെ കൂടുതലായിട്ടും കുട്ടികൾ ഡിസിപ്ലിൻ പഠിക്കുന്നത് സ്കൂളിൽ ചെല്ലുമ്പോഴാണ്. കാരണം വീട്ടിലെ കുട്ടികൾ ഒരു 3 വയസ്സ് വരെയൊക്കെയാണ് കുട്ടികൾ നോർമലി വീട്ടിൽ വളരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ സ്കൂളിൽ ചേർക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കാം, ജസ്റ്റ് അവരുടെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് അവർ റെഡിയായി പോവാം. പിന്നെ വൈകുന്നേരം വരെ അവർ സ്കൂളിലാണ്. സ്കൂളിൽ മെയിൻ ആയിട്ട് നമ്മൾ അസംബ്ലി വെച്ചേക്കുന്നതിന് കുട്ടികൾ ഡിസിപ്ലിൻ വളർത്താൻ വേണ്ടിയിട്ടാണ് അസംബ്ലി വെച്ചേക്കുന്നത്. അസംബ്ലി കുട്ടികൾ വരിയായിട്ട് പോവുക, അവിടെ അടങ്ങി നിൽക്കുക, പ്രയറിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ പ്രയറും പ്ലെഡ്ജ് ഒക്കെ ദേശസ്നേഹം നമ്മൾ വളർത്തുന്നത് സ്കൂളിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് ഒരിക്കലും ദേശസ്നേഹം വളർത്താനുള്ള ഒന്നും വീട്ടിലില്ല. വീട്ടിലെ എൻവയോൺമെന്റിൽ ഒരിക്കലും ദേശസ്നേഹം കുട്ടികൾക്ക് വളരില്ല. അതിന് സ്കൂൾ തന്നെയാണ് അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ടീച്ചേഴ്സ് ആണ് ഡിസിപ്ലിനെ പറ്റി മെയിൻ ആയിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. വീട്ടിൽ ഒരിക്കലും ഫോർമലായിട്ട് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നില്ല. ആ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് അങ്ങോട്ട് പോകുന്നല്ലാതെ അത് അങ്ങനെ ഒരു ഓർഡർ അനുസരിച്ച് ഒരിക്കലും ഒരു വീട്ടിൽ പഠിപ്പിക്കുന്നില്ല. പേരന്റ് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. പക്ഷെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ LKG തുടങ്ങി അവർക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. രാവിലെ ഇത് ചെയ്യണം, രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും, പല്ല് തേക്കണം, ട്വൈസ് എ ഡേ എന്ന് പറഞ്ഞൊക്കെ എല്ലാം അവരുടെ ടീച്ചേഴ്സ് പാഠം മുഖേന പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നാണ് മെയിനായിട്ട് കുട്ടി ഡിസിപ്ലിൻ ആയാലും വൃത്തിയായാലും ഒക്കെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ്. ഫാമിലിയിൽ ഒരു ലിമിറ്റേഷൻ, ഫാമിലിയിൽ നിന്ന് പഠിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ സ്കൂളിൽ നിന്ന് വെച്ചാൽ ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി ആണ് അവർക്ക് ഈ ഡിസിപ്ലിനെ പറ്റി പഠിക്കാനായിട്ട് കൂടുതൽ കിട്ടാറുള്ളത്. അതുകൊണ്ട് ഞാൻ അതിനെ ഒപ്പോസ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ പറയട്ടെ, സുർമ പറഞ്ഞതിനോട് അനുയോജിച്ച് പറയുകയാണ്. സുർമയോട് യോജിച്ചുകൊണ്ട് പറയുന്നത്, ഞാനൊരു അംഗനവാടി ടീച്ചറായിരുന്നു. അപ്പം അംഗനവാടി വരുന്ന പിള്ളേരെന്ന് വെച്ചാൽ 2.5 വയസ്സ്, ഇപ്പൊ ഇല്ല, താൽക്കാലികമായിട്ട് കിട്ടിയായിരുന്നു. അപ്പൊ ഈ 6 മാസം നമ്മൾ അവിടെ നിന്ന് പഠിച്ചൊരു പാഠമെന്ന് വെച്ചാല്, വീട്ടിൽ നിന്നല്ല കൂടുതലും കുട്ടികൾ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടണം അതിനകത്ത്. രാവിലെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ആദ്യം ടീച്ചർമാർക്ക് ഗുഡ് മോർണിംഗ് പറയും. വന്നതിന് ശേഷം കുട്ടികളെ കൊണ്ട് കൈ കഴിക്കും, അവരുടെ നഖം നമ്മൾ വെട്ടിക്കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ തല ചീകി കൊടുക്കും. കുട്ടികൾക്ക് പേനുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയും തലേന്ന്. പിന്നെ അവരെ ഫുഡ് തനിയെ വാരി കഴിക്കാൻ,
കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുകയാണ് കൂടുതലും അംഗനവാടികളിൽ ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത്. അപ്പം കൂടുതലും ഇപ്പൊ 90% ഫാമിലി 17-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് ഈ വീടുകളിൽ നിന്നുള്ള ഡിസിപ്ലിൻ കിട്ടും. ഇപ്പം 25-ാം നൂറ്റാണ്ടിൽ എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ടും അംഗനവാടികളൊക്കെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരെ കാണിക്കാനുള്ള എല്ലാം സ്കൂളുകൾ ഒരു മോഡൽ സ്കൂളായിട്ട് മാറും ഇപ്പൊ എല്ലാവരും. അതുപോലെ തന്നെ എല്ലായിടും അതുപോലെ തന്നെയാണ് അംഗനവാടികളും ഇപ്പം. കുട്ടികൾ സ്വയം ഭക്ഷണം നമ്മൾ വാരി കൊടുക്കാൻ നമ്മൾ അവിടെ ഹെൽപ്പർ സമ്മതിക്കത്തില്ല. നമുക്ക് ചിലപ്പം കഷ്ടം തോന്നി കുഞ്ഞു കുട്ടികളല്ലേ വാരി കൊടുക്കാന്ന് വെച്ചാൽ ഹെൽപ്പർ പറയും ഒരിക്കലും അവരെ അങ്ങനെ ചെയ്യിപ്പിക്കരുത്. അവർ തനിയെ എല്ലാ കാര്യങ്ങളും തനിയെ കഴിക്കുക, ബാത്റൂമിൽ കയറി മൂത്രം ഒഴിച്ചതിന് ശേഷം കഴുകാൻ പഠിപ്പിക്കുക, എന്നിട്ട് എല്ലാ കാര്യങ്ങളും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ള ഡിസിപ്ലിൻ ഒക്കെ മെയിനായിട്ടും കുട്ടികൾ പഠിക്കുന്നത് അംഗനവാടി തലത്തിൽ നിന്ന് തന്നെയാണ്, അല്ല സ്കൂൾ തലത്തിൽ നിന്ന് തന്നെയാണെന്നാണ് എന്റെയും അഭിപ്രായം. ഇത്രയേ ഉള്ളൂ വേണം പറയാം. ഓക്കെ, അടുത്തത് പറഞ്ഞു. ഞാൻ പറയുന്നത് വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞോ. എനിക്കും അതിനോടാ മാം യോജിക്കുന്നത്. ഞാന് എന്റെ മോള് കാണാറേ ഇല്ല. ഞാൻ മോനെ ഹോസ്പിറ്റലായിരുന്നു. ഈ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ഹോസ്പിറ്റലുള്ള എല്ലാവർക്കും അല്ലെ നോക്കി എത്ര പേര് അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. അല്ല ഹോസ്പിറ്റലല്ല, ഹോസ്റ്റലിലായിരുന്നേ. അപ്പൊ ഓന് നിലമ്പൂര്. അപ്പൊ അവിടുന്ന് മാറണം പറഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് മാറി, നാട്ടിലേക്ക് മാറി നോക്കുമ്പോ അവനിക്ക് +1 പഠിക്കണത്. അപ്പൊ അവനിക്ക് എക്സാം എഴുതേണ്ട ഡേറ്റ് കഴിഞ്ഞു. അപ്പൊ ഞാൻ തിരുവനന്തപുരം വന്നിട്ട് അവനിക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് ലെറ്റർ വേണം പറഞ്ഞിട്ട് അതിനുള്ള ഓർഡറിലൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ വന്ന് 2 തവണ വന്നു, അവിടുന്ന് ലെറ്ററൊക്കെ കിട്ടി. ഇവിടെ കിട്ടിക്കണ ഇപ്പൊ ചാലിശ്ശേരി പറഞ്ഞു, ഞങ്ങളെ ഈ ഭാഗത്താണ്. അവിടെ എക്സാമിനുള്ള ഇത് കിട്ടിക്കണത് എനിക്ക്. അപ്പൊ അത് ഫീസ് അടക്കാനൊക്കെ പോയതായിരുന്നു. നിലമ്പൂർ അല്ലേ? ആ മാം ഞാനും ഇപ്പൊ ആദ്യം മുതലേ ക്ലാസ്സിൽ കയറി. എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കും ഇതുകൊണ്ട് നല്ല യോജിപ്പായി. സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടികൾ ഡിസിപ്ലിൻ പാലിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയോ, എന്റെ മോളും മോനൊക്കെ അവർക്കൊന്നും ഇവിടുന്ന് ഒന്നും അറിയണ്ടായിരുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം എടുത്ത് വെക്കാനോ ഡ്രസ്സ് ധരിക്കാനോ ബ്രഷ് ചെയ്യണം. ഇപ്പൊ ആ മോളായ അംഗൻവാടി ചെന്ന മോള് പറയും, ഇന്നലെ പോലും എന്നോട് പറഞ്ഞിട്ടുള്ളൂ, ഉമ്മ രാത്രിയായ പല്ല് തേക്കണം എന്ന് ടീച്ചർ പറഞ്ഞിരിക്കണം. നഖത്തിന്റെ ഉള്ളിൽ ചളി പാടില്ല, അഴുക്ക് വരുമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾക്ക് സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എത്തിക്കൊള്ളുന്നില്ല. അപ്പൊ അവരൊക്കെ ടീച്ചേഴ്സും മെയിൻ ആയിട്ട് സ്കൂളുകളിൽ എന്ന് പറഞ്ഞാല് അവര് ഫ്രണ്ട്സിനെ കണ്ടിട്ടും കൂടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നല്ല കൂട്ടുകെട്ട് എങ്ങനെയാണോ അത് ഇതാക്കുമ്പോഴാണ് ആ കുട്ടികൾ നന്നായിട്ട് വരുള്ളൂ. ചീത്ത കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിലും കുട്ടികൾ കേട് വരുന്നുണ്ട്. ടീച്ചേഴ്സിനും റോളുണ്ട്, നമ്മളെ നമ്മുടെ ഫ്രണ്ട്സിനും ഉണ്ട് ഇതില്, അല്ല ടീച്ചറെ? അപ്പൊ നമ്മള് മൊത്തത്തിൽ എടുക്കുമ്പോ നമ്മള് വീട്ടിനെക്കാട്ടും കൂടുതൽ സ്കൂളുകളിൽ നിന്നിട്ട് തന്നെയാണ് ഈ കുട്ടികള് ഇതൊക്കെ പഠിച്ചിട്ട് വളർന്നു വരുന്നത്. എന്റെ ഒരു അഭിപ്രായം. എല്ലാവരും സ്കൂളിനോട് യോജിക്കുന്നു. ഫാമിലി ഒക്കെ എന്താ യോജിക്കാത്ത? ഫാമിലി യോജിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പറഞ്ഞ ഡിബേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മെയിനായിട്ട് സ്കൂളിൽ ഫോക്കസ് ചെയ്യുന്നത്. വേറെ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും? ഫാമിലിയിൽ എന്ന് പറയുമ്പോൾ ചുട്ടേനെ ശരി ചുടിലെ വിലയെന്നാണല്ലോ. പിന്നെ പാരന്റ്സിനെ കണ്ടാണല്ലോ മക്കൾ വളരുന്നത്. ചെറുപ്പം തുടങ്ങിയ ഒരു ഇത് അവർക്ക് മനസ്സിലുണ്ടെങ്കിലാണ് അവര് എവിടെ കണ്ടാലും അത് കോപ്പി ചെയ്യുള്ളൂ. സോമി പറയുന്നോണ്ട് ആരെങ്കിലും എതിർപ്പുണ്ടാവും? സോമി പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് പകുതി എതിർപ്പുണ്ട്. കാരണം വെച്ചാ നമ്മള് ശരിയാണ്, വീട്ടിൽ തന്നെയാണ് വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഡിസിപ്ലിൻ പഠിക്കുക. ഫുള്ളായിട്ടല്ല, കുറച്ച് നമ്മള് ഒരു 3 വയസ്സ് വരെ നമ്മൾ വീട്ടിൽ നിന്നാവും. പക്ഷെ സ്കൂളിൽ പോകുമ്പോഴാണ് ശരിക്കും ഡിസിപ്ലിൻ പഠിക്കുക. പക്ഷെ എന്റെ സ്കൂളിങ്ങും എന്റെ പിള്ളേരുടെ സ്കൂളിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. അതായത് ഞങ്ങളുടെ സ്കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻ, എല്ലാ കാര്യത്തിലും നല്ല യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. അതായത് എന്ത് കാര്യത്തിനായാലും ഭയങ്കര. പക്ഷെ എന്റെ മോൻ ഡീപോളിൽ പോയിരുന്നപ്പോ നല്ല ഡിസിപ്ലിൻ ആയിരുന്നു. എല്ലാ കാര്യത്തിനും നല്ല നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ വീട്ടില് അവർക്ക് പറഞ്ഞു കൊടുത്തു അതേപോലെ തന്നെയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ
1-ാം ക്ലാസ് തൊട്ട് വേറെ സ്കൂളിൽ ചേർന്നപ്പോ തൊട്ട് മോൻ വേറെ തിരിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും. കാരണം എന്താ വെച്ചാൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കൂൾ. കാരണം അവര് അതിനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. കാരണം അതായത് ഫുഡ് കഴിക്കായാലും എല്ലാവരും ഒരുമിച്ചാണ് അവര് കഴിക്കെങ്കിലും അതിൻ്റെതായ ഡിസിപ്ലിനിലല്ല അവര് ഇതാക്കുന്നത്. അവിടെ മെയ്ഡ് ഉണ്ടെങ്കിലും ക്ലീൻ ചെയ്യലും അവർക്ക് അതിൻ്റെതായ ട്രെയിനിങ് അവര് കൊടുക്കണില്ല. അതേപോലെ തന്നെ പിന്നെ എന്നിട്ട് പഠിക്കണ കാര്യത്തിനായാലും ഇപ്പൊ എഴുതലും പിടിക്കലും ഒക്കെ ഒരു നീറ്റ്നെസ് ഒന്നും അവര് അവിടെ ചെയ്യില്ല. എന്റെ മോന്ന് സ്റ്റാർട്ടിങ് ഒക്കെ ഭയങ്കര നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്കൂളില് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് തുടങ്ങിയോ അതിൽ പിന്നെ ഫുൾ ആ ഒരു ഇതേ മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് പകുതി ഓക്കെ ആണ്, പകുതി പക്ഷെ ഇപ്പത്തെ സ്കൂളിൽ പോയപ്പോ കുറച്ചുകൂടിയും ബെറ്റർ ആയി, കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഡിപ്പെൻസ് അപ്പോൺ സ്കൂൾ. അതായത് അവര് ഡിസിപ്ലിൻ പഠിപ്പിക്കണ പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ഇത്. ഇന്നലെ നമ്മള് സെമിനാറിന്റെ ടോപ്പിക് കൊടുത്തപ്പോൾ കുറെ പേര് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഡിബേറ്റിന് ടോപ്പിക് കൊടുത്തപ്പോ ആരുമില്ലല്ലോ. എവിടെ ആൾക്കാരൊക്കെ എവിടെ? ചോദിച്ചു കാണിച്ച് ടോപ്പിക് എടുത്തു പോയ ടീമുകളൊക്കെ എവിടെ? ഷംന പറഞ്ഞു. ഷംന എവിടെ? മിണ്ടാതിരിക്കല്ലേ. ഡിബേറ്റ് നിങ്ങൾ രണ്ട് പക്ഷത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരുണ്ട്. സ്കൂളിനെ അതേപോലെ തന്നെ ഫാമിലിയും പറയുന്നുണ്ട്. ഫാമിലി മാത്രമായിട്ട് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? വനജ മാത്രമാണ് ഫാമിലിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്. 10% സ്കൂളിനെ സപ്പോർട്ട് ചെയ്തോളൂ. മാം എന്തുട്ടാ ഡിബേറ്റ് സബ്ജക്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഞങ്ങളിവിടെ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശബ്ദ ടോപ്പിക് എന്താണെന്നറിയോ? ഇല്ല. നമ്മളുടെ സ്കൂളിൽ നിന്നാണോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നാണോ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ പഠിക്കുന്നത്? എവിടെ നിന്നായിരിക്കും? ശബ്ദയുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായത്തിൽ രണ്ടിൽ നിന്നുണ്ട്. രണ്ടിലും ഉണ്ടോ? ഏതെങ്കിലും ഒന്നിലും ഉറച്ചു പറയണോ? സ്കൂളിൽ അവര് കൂട്ടുകാരായിട്ട് അധിക ടൈമും അവര് സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂട്ടുകാരായിട്ടും പിന്നെ ടീച്ചേഴ്സിനായിട്ടും ഒക്കെ അധിക സമയം അവർ സ്പെൻഡ് ചെയ്യുന്നോണ്ട് അവിടെ സംസാരിക്കുന്നതായിരിക്കും കൂടുതലും വീട്ടിലും പറയുന്നത്. പിന്നെ വീട്ടിൽ നമ്മ പഠിപ്പിക്കുന്ന ഡിസിപ്ലിൻ ആയിരിക്കും അവർക്ക് കൂടുതലും ഉള്ളത്. നമ്മ പറഞ്ഞു കൊടുക്കുമല്ലോ ചീത്ത ഭാഷ സംസാരിക്കുന്നത്. അല്ല, കൂടുതൽ സ്കൂളിനെയാണ് ഞാൻ പറയണത്. സ്കൂളിലാണ് അവര് കൂടുതൽ. ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? പങ്കെടുക്കാത്തവര് കേട്ടോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവര് പറഞ്ഞുകൊണ്ടിരിക്കുക. മാം ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പഴാ ക്ലാസ്സിൽ കയറിയത് കേട്ടിട്ട്. എനിക്ക് തോന്നുന്നത് കൂടുതൽ ഡിസിപ്ലിന് വീട്ടിൽ നിന്നായിരിക്കും കുട്ടികൾ പഠിക്കുക എന്നുള്ളതാണ്. മിക്കവാറും സ്കൂളുകളിൽ, എല്ലാ സ്കൂളുകളിലും കുറച്ചൊക്കെ ഡിസിപ്ലിനോട് കൂടി തന്നെ ആയിരിക്കും കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരു സ്കൂളിലും തീരെ ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് അവര് വീട്ടിലുള്ള പാരൻസ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണതും ഇടപഴകുന്നതും അവരുടെ മേലുള്ള മാതാപിതാക്കളോട് എങ്ങനെയാണ് അവർ പെരുമാറുന്നതെന്നൊക്കെ ഈ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ കുട്ടികൾ കാണുന്നുണ്ടാവും. അതുപോലെ വീട്ടിലെങ്ങനെയാണ് വീട് നീറ്റായിട്ടിരിക്കണത്, അതുപോലെയുള്ള ക്ലീനിങ്ങിന്റെ കാര്യങ്ങളിലായാലും കുട്ടികൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അതുപോലെ ചെയ്യണം എന്നുള്ള രീതിക്ക് കുട്ടികൾ കുറെയൊക്കെ അത് ഒബ്സർവ് ചെയ്തിട്ട് അത് ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ കൂടുതൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിനൊരു സമയം, കളിക്കാനൊരു സമയം, അങ്ങനെ കുട്ടികളായിട്ട്
കൂടുതലും എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്നായിരിക്കും. എല്ലാ സ്കൂളുകളിൽ നിന്നും കുറച്ചൊക്കെ ഡിസിപ്ലിനോട് കൂടി തന്നെ ആയിരിക്കും കുട്ടികളെ അവര് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ ഡിവോഴ്സ്ഡ് ആയ പാരന്റ്സ് ഒക്കെ ഉള്ള വീടാണ്, അല്ലെങ്കിൽ എപ്പോഴും വഴക്കുണ്ടാക്കണ ടോക്സിക് ആയിട്ടുള്ള പാരന്റിങ് ആണെന്നുണ്ടെങ്കിലൊക്കെ കുട്ടികൾക്ക് അത് ഒരു ആഘാതമായിരിക്കും. കുട്ടികൾ പിന്നെ വലുതാകുമ്പോഴാണെങ്കിലും ഒറ്റപ്പെടും, അവർക്ക് ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മയക്കുമരുന്ന് അതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോകും. ഫാമിലിയിൽ നിന്ന് കൂടുതൽ സപ്പോർട്ടും എല്ലാം കിട്ടുമ്പോഴായിരിക്കും കുട്ടികൾ കൂടുതലായിട്ട് അതിലേക്ക് ഇടപഴകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, സഫീദ് പറഞ്ഞതും ഫാമിലിയാണ്. സ്കൂളിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, സ്കൂളിൽ കുറച്ചുണ്ടെന്നുള്ള പറയുന്നത്. നമ്മളിതോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഡിബേറ്റ് ആണ് അല്ലെ? ഒന്നും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്തിരിക്കണം. മീഡിയേറ്ററിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ മിസ്സേ, ഓർത്തത് നമ്മള് കുട്ടികളെ ഫുഡ് കഴിക്കുന്നത് നമ്മള് വീടുകളിൽ നമ്മൾ ഓരോ കുട്ടികളും ഓരോ തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് വാശി കിട്ടിയിട്ടുണ്ടെങ്കിൽ പേരന്റ് മദർ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് ഇച്ചിരി കെയർ കൂടുതൽ കൊടുക്കും. പല കുട്ടികളെ പല ഇതിലാണ് ഒരു മദർ തന്നെ കെയർ, കാരണം കുട്ടികളുടെ സ്വഭാവം പലതിൽ കെയർ ചെയ്യും. പക്ഷെ സ്കൂളില് 20 കുട്ടികളുണ്ടെങ്കിലും ആ 20 കുട്ടികളും ഓരോ തരത്തിലാണ് അവര് കെയർ ചെയ്യുന്നത്. ഇത്ര മണിക്ക് ബെല്ലടിക്കുമ്പോ പോയി വരിയായിട്ട് പോയി കൈ കഴുകിയിട്ട് വരാം, ഒരുമിച്ചിട്ട് ഫുഡ് കഴിക്കാം, ഇത്ര സമയത്തുള്ള ഫുഡ് കഴിച്ച് തീർക്കണം, വാരി കൊടുക്കൊന്നുമില്ല. വേഗം കഴിച്ച് നല്ല വഴക്ക് പറഞ്ഞ് ദേഷ്യപ്പെട്ടൊക്കെ ആയിട്ടാണ് വേഗം കഴിപ്പിച്ച് ഇത്ര സമയത്തിനുള്ളിൽ എല്ലാ കുട്ടികളും ഒരുപോലെ ട്രീറ്റ് ചെയ്യും അവര്. അപ്പൊ അത് കുട്ടികളുടെ ഒരു മാറ്റം ഉണ്ടാവും. വീട്ടിലെ മദർന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊഞ്ചിച്ച് ഞാൻ വാരിത്തരാം, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ലെങ്കിൽ കറി കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ കൊഞ്ചിക്കുമ്പോൾ കുട്ടികൾക്ക് വഷളായി പോകുള്ളൂ. പക്ഷെ ടീച്ചേഴ്സ് അത് ചെല്ലുമ്പോ അത് എന്തായാലും എന്ത് കറിയായിട്ട് കൊണ്ടുവരുമ്പോൾ ഒട്ടും വേസ്റ്റ് ആക്കാതെ ഫുള്ള് കഴിക്കണം. അപ്പൊ നിർബന്ധിച്ച് വാശി പിടിച്ച് ആ കുട്ടീനോട് കഴിപ്പിക്കുമ്പോ അത് എല്ലാ കുട്ടികളും ഒരേപോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്കും അതിലൊരു മാറ്റം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതും മറ്റൊരു പോയിന്റ് ആണ്. ശരിയാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യം ശരിയാണോ? സുർമി പറഞ്ഞതാ? അതെ അതെ മാം, അത് ഷെയർ ചെയ്തിട്ട് പഠിക്കാനൊക്കെ മക്കള് പഠിക്കുമല്ലോ ഫ്രണ്ട്സിന്റെ മുന്നിൽ. നമ്മളാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ റൗണ്ട് ആയിട്ട് ഇരിക്കും, എന്നിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഫുഡ് നമ്മൾ കൊണ്ടുവരുന്ന ഇത് കുറച്ച്. പക്ഷെ അവരെല്ലാവരും ഷെയർ ചെയ്ത് പഠിക്കാൻ, അങ്ങനെ ഒരാൾക്ക് കൊടുത്തിട്ട് പഠിക്കുന്നതൊക്കെ നമ്മൾ ഇതിങ്ങനെ ഒരു ഇതൊന്നും കുട്ടികള് ശീലാക്കുന്നുണ്ട്. ഞാനപ്പോ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളുടെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഡിസിപ്ലിനിൽ ഉൾപ്പെടുന്നതാണോ ഷെയറിംഗ് എന്ന ഒരു പ്രോസസ്സ്? ആണോ? അതെ അതെ, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാനും ശീലിക്കുന്നത് നല്ലൊരു ഇതല്ലേ. അത് വീട്ടിൽ നിന്നും പഠിക്കുന്നില്ലേ? അല്ല, വീട്ടിൽ പറഞ്ഞാൽ എനിക്ക് 4 മക്കളുണ്ട്. ചിലപ്പോ മൂത്തവൻ പറയും രണ്ടാമത്തേക്ക് കൊടുക്കുമ്പോ പറയും അവനക്ക് തോനെ കൊടുത്തു, അപ്പോ മറ്റവൻ പറയും ഇല്ല അവനക്ക് തോനെ കൊടുത്തു. അങ്ങനെ പറയുമ്പോ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവര് പാത്രത്തിൽ നോക്കുമ്പോ അവർക്ക് കൂടുതൽ കിട്ടി, കുറവ് കിട്ടി. അപ്പൊ അത് അവര് ഇതിലല്ലേ. പക്ഷെ സ്കൂളിലാവുമ്പോ അവർ ഒന്നിച്ച് കഴിക്കുമ്പോ ആ ഒരു ഇത് വരുന്നില്ലല്ലോ, വ്യത്യാസം വരുന്നില്ലല്ലോ. അത് നമ്മൾ പഠിപ്പിക്കാത്തത് തന്നെയാ. അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ഇപ്പോ അച്ഛനായാലും അമ്മയായാലും അതിന് മറ്റു സഹോദരങ്ങളായാലും നമ്മള് എങ്ങനെ ട്രീറ്റ് ചെയ്യണം അവരെ അതുപോലെ ഇരിക്കും. അല്ലാതെ ഇന്നർക്ക് ഇത്തിരി കൂടുതൽ ഇന്നർക്ക് ഇത്തിരി കുറവ് അത് നോക്കണ്ട. എല്ലാവർക്കും ഒരുപോലെ പങ്കിട്ട് വെക്കാൻ പഠിക്കണം. എന്നാലും അവർ വളർന്നു വരുമ്പോ ഒരുപാട് മേഖലയിൽ എത്തുള്ളൂ. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്ത് ഇങ്ങനെ പോയാൽ ശരിയാവുള്ളൂ എന്ന്. അപ്പൊ നമ്മളെ താഴ്ത്തി കാണണ്ട, എല്ലാവരും ഒരുപോലെ കാണാൻ നോക്കുക. ഇപ്പൊ ഡിസിപ്ലിൻ, ഇപ്പൊ ഞാൻ പറയുന്നത് ഡിസിപ്ലിൻ പറഞ്ഞാല് കുറച്ച് ഫാമിലിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇത്ര സമയം ഇപ്പൊ സുറുമി അതുപോലെ ഉമേറ ഇവരൊക്കെ പറയുന്നത് ഏകദേശം ശരിയാണ്. ഞാൻ ഒരിക്കലും അവരെ ഇത് പറയുന്നില്ല. ഞാൻ എന്റെ ഉദ്ദേശം പറഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂൾ പോകുന്നവരെ നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞാല് ഞാൻ സ്കൂളിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മുട്ടായി കിട്ടിയ ഞാൻ എന്റെ അനിയത്തിക്കും അനിയനും എന്റെ അമ്മയ്ക്കും എന്റെ അച്ഛനും പങ്കുവെച്ചിട്ട് ഞാൻ കഴിക്കാറുള്ളൂ. ഞാൻ അങ്ങനെ പഠിച്ചിരിക്കുന്ന ഒരാളാ. അപ്പോ ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ട്. അപ്പൊ അവരായാലും അവർക്കായാലും ഒരുപോലെ കൊടുക്കുള്ളൂ. അങ്ങനെ കൊടുത്ത് പഠിച്ചാലേ അവർക്ക് പിന്നെ അവര് തമ്മിൽ ഷെയർ ചെയ്യുള്ളൂ. അപ്പോ ഡിസിപ്ലിൻ ഇപ്പൊ ഞാൻ പറഞ്ഞ 3 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഒപ്പം. അപ്പൊ നമ്മള്
അവർക്ക് എന്റെ കാണിച്ചു കൊടുക്കുന്നത്. എന്റെ ഇളയ മോൻ എന്നെ ഇമിറ്റേറ്റ് ചെയ്യും, എന്റെ ഹസ്ബൻഡിനെ അവന്റെ പപ്പനെ ഇമിറ്റേറ്റ് ചെയ്യും, അവന്റെ ഏട്ടനെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ അതുവരെ അവര് നമ്മുടെ വീട്ടിലാ. പിന്നെ അത് നമ്മൾ സ്കൂളിലേക്ക് വിടുന്നു. ഇപ്പൊ എന്റെ മോന് LKG UKG വരെ വേറെ സ്കൂളിലായിരുന്നു. പിന്നെ 1ാം ക്ലാസ്സിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് മാറി. അവന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ വീട്ടിൽ നിന്ന് പറയുന്ന വാക്കുകള്, സ്കൂളിൽ നിന്ന് ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട്. ആ വാക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം അവന് വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഉദ്ദേശം പറഞ്ഞാല് അവന് ഒരുപാട് വ്യത്യാസം വന്നുകൊണ്ട് സ്കൂളിൽ നിന്നും കുറച്ച് കിട്ടുന്നുണ്ട് ഡിസിപ്ലിൻ, വീട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. ഞാൻ 2 സൈഡിലും ഒരുപോലെയാണ് കാണുന്നത്. 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ നമ്മുടെ കയ്യിലാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. കുറച്ച് പേര് അല്ലെ, 3 വയസ്സിന്റെ കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ. 3 to ഒരു 15 വയസ്സ്, 10ാം ക്ലാസ് വരെ നിങ്ങൾ ആലോചിച്ചു. 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെ നമ്മുടെ കയ്യിലെ കുട്ടികൾ എവിടെയാണ്? സ്കൂളിലാണ്. ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? അല്ലെ? അതായത് അവരുടെ ലൈഫിന്റെ ഒരു കാലഘട്ടം, ഒരു 15 years എന്ന് പറയുമ്പോൾ ഒരു കൗമാര കാലഘട്ടം വരെ അവർ സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സമയം, മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് എവിടെയാണ്? സ്കൂൾ സെറ്റിംഗ്സിൽ തന്നെയാണ് അല്ലെ? അപ്പൊ ഒരിക്കലും നമുക്ക് സ്കൂളിന്റെ ഡിസിപ്ലിൻ ഉണ്ടാകില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, ഡിസിപ്ലിനറി ആക്ഷൻസ്, ഡിസിപ്ലിൻസിന് വേണ്ടിയിട്ട് കൂടി തന്നെ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് അല്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം പറഞ്ഞു നോക്കണം, നിങ്ങളും അധ്യാപകരാണ് അല്ലെ? അധ്യാപകരാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അമ്മമാരെന്ന നിലയിലാണ് നിങ്ങൾക്ക് എല്ലാവരും സംസാരിക്കുന്നത്. നല്ലൊരു അമ്മമാരാണ് നിങ്ങൾ എല്ലാവരും. ഓക്കെ, ആ ഒരു ഇതാണ് നമ്മളൊക്കെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല അല്ലെ? 3 വയസ്സ് വരെ ഞാൻ എന്റെ കുട്ടീനെ നല്ല രീതിയിൽ ഡിസിപ്ലിൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ട്. എന്നിട്ടാണ് ഞാൻ വിട്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്കറിയാം എന്റെ കുഞ്ഞ് എന്റെ കസ്റ്റഡിയിലാണ്, ഞാൻ പറയുന്ന അനുസരിച്ച് കേൾക്കുന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ ബഹുമാനിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ്? നിങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെ? ഓക്കെ, അതിനുശേഷം ഇതിനൊരു പാറ്റേൺ വന്നത് ഫൗണ്ടേഷൻ നിങ്ങളിൽ നിന്നായിരുന്നു. പക്ഷെ ഇത് സ്ട്രക്ചേർഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരായിരുന്നു? ഒരു പരിധി വരെ 15 വയസ്സ് വരെ അധ്യാപകർ തന്നെയാണ് അല്ലെ? പൂർണ്ണമായിട്ടല്ലെങ്കിൽ കൂടി എന്താണ്, അധ്യാപകർക്ക് അതിൽ വലിയ പങ്കുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ കേസ് ഒരു വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ നേരം വെളുക്കുന്ന ഒരു സമയം വരെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ടീച്ചേഴ്സിന്റെ കൂടെ, കൂട്ടുകാരുടെ കൂടെ, മറ്റധ്യാപകരുടെ കൂടെ, സ്റ്റാഫുകളുടെ ഒക്കെ കൂടെയാണ് കുഞ്ഞുങ്ങൾ അവിടെ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 9:30 മുതൽ 3:30 അല്ലെങ്കിൽ 4:30 വരെയുള്ള പീരീഡിലെ കുട്ടികള് ഒരു സ്കൂൾ സെറ്റിംഗ്സിൽ അത്രയും സമയം ക്ഷമ പാലിച്ചിരിക്കുന്നില്ലേ? അത്രയും സമയം വേറെ പ്രശ്നങ്ങളോ ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ കുറുമ്പുകള് എന്നിരുന്നാൽ പോലും നമ്മൾ ആലോചിക്കുക, ആ സമയം വരെ അവര് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കൺട്രോൾ ചെയ്ത് അത്ര സമയം അവിടെ ഇരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നത്? ആരുടെ കൺട്രോളിലാണ് അപ്പൊ ഒരു കുഞ്ഞുങ്ങള് ആ ഒരു സമയം വരെ? മിസ്സിന്റെ കൺട്രോളില്. ഞാനൊരു കാര്യം പറയട്ടെ മിസ്സേ, എന്റെ മോന് സ്കൂളില് കൂട്ടുകാരായിട്ട് നല്ലോണം തല്ലുപിടിക്കും. അപ്പൊ മിസ് പറയുമ്പോ കേൾക്കും, മിസ് പറയുമ്പോ വേഗം അനുസരിച്ച് നല്ല അടക്കോ ഒതുക്കോട്. വീട്ടിലിവിടെ താഴെയുള്ളവരായിട്ട് തല്ലുപിടിച്ച് ഞാൻ എത്ര വെച്ചെടുത്താലും സമ്മതിക്കൂല, അങ്ങനെയാണ്. പക്ഷെ അവന്റെ മിസ് പറയണ, മിസ് എന്തെങ്കിലും പറഞ്ഞാലും ഉപദേശിച്ചാലും ഒക്കെ വേഗം അനുസരിക്കും. അപ്പൊ മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ കുറുമ്പുണ്ട്, മിസ് പറഞ്ഞ നല്ല കുറുമ്പുണ്ട്. പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ നല്ലോണം അടങ്ങും, എന്തെങ്കിലും പറഞ്ഞാൽ നല്ലോണം വേഗം അനുസരിക്കും. ഇങ്ങനെ അനുഭവം നിങ്ങളുടെ കുട്ടികളുടെ നിങ്ങളുടെ പാരന്റ്സ് ടീച്ചേഴ്സ് പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെ? ഷംന പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? എന്റെ മോൻ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ബഹളവും, ഫുഡ് കഴിക്കില്ല, വാരി കൊടുത്തിട്ട് വേണമായിരുന്നു. അവനെ പ്രീ സ്കൂളിൽ ചേർത്തതിന് ശേഷം അവൻ തന്നെ കഴിച്ചു തുടങ്ങിയത്. അപ്പൊ എനിക്കതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്. കാരണം സ്കൂളിൽ ചേർത്തത് കൊണ്ട് അവനക്ക് ഒരുപാട് മാറ്റമുണ്ട്. അവൻ ഡ്രസ്സ് ഇടില്ല. നമ്മളെല്ലാം ഒരു ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ കാറിൽ ഇരുന്നിട്ടാണ് അവനെ ഡ്രസ്സ് ഇടിക്കണേ. ഡ്രസ്സും ഷൂ ഒക്കെ ആയി പിടിച്ച് കൊണ്ടുപോകണം, ഒന്നും വീട്ടിലിടില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കരമായിട്ട് വെച്ചാൽ വിളിച്ചാ വരില്ല, ഭയങ്കര ഒരു ടെറർ, എന്തോ ഒരു ഫീലായിരുന്നു. അതായത് 2 പെൺകുട്ടികൾക്ക് ശേഷം പിന്നെ ഒരു ആൺകുട്ടി ഉണ്ട്. അപ്പൊ എല്ലാരും ഒരുപാട് ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനെ ഡീൽ ചെയ്യാനായിട്ട്. പക്ഷെ സ്കൂളിൽ ചേർത്തേ പിന്നെ അവനെ ആളാകെ മാറി. ഞാൻ പറയും വീടിന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ കൊച്ചാകെ മാറി എന്ന് പറയാം. സ്കൂളിൽ അത്ര വ്യത്യാസം എനിക്ക് സ്കൂൾ ചേർത്തപ്പോ ഉണ്ടായത്.
പിന്നെ അതുപോലെ പല സാഹചര്യങ്ങൾ കുട്ടികൾ ഡീൽ ചെയ്യാൻ പഠിക്കും. നമ്മളിപ്പോ വീട്ടില് ഉള്ള സിറ്റുവേഷനല്ല നമ്മൾ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴത് പല കാര്യങ്ങളും സോഷ്യലിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിട്ടുള്ള അവർക്ക് സോഷ്യലി അവർക്ക് എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ഉണ്ട് അതൊക്കെ പഠിക്കണമെങ്കിൽ ഒരു ടീച്ചർ തന്നെ വേണം. ഒരിക്കലും ഒരു മദറിനോ ഫാദറിനോ ഒരിക്കലും കുട്ടീനെ അത്രയും ഡിസിപ്ലിൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ നേഷനോടുള്ള ഒരു ഒബ്ലിഗേഷൻ ഒക്കെ ആയാലും ഒരു കുട്ടിക്ക് വേണമെങ്കിൽ അതൊരു ടീച്ചർ തന്നെ കാണിച്ചു കൊടുക്കണം. പിന്നെ ജിനു പറഞ്ഞോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാരണം കുട്ടികൾ ഇപ്പൊ ഒരു മിഠായി ഷെയർ ചെയ്യുന്നത് ഒരു മാത്രമല്ല ഷെയറിംഗ് എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടതായിട്ട് കുട്ടികൾ വലുതാവാൻ തോറും ഡിബേറ്റ് ചെയ്തോണ്ട് പറയുന്നതാട്ടോ. പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടി വരും. ഇപ്പം അത് മാത്രമല്ല ഷെയർ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഒരു എക്സാം ഹോളിൽ ഇരിക്കുമ്പോ ഫ്രണ്ട്സ് എത്ര ഫ്രണ്ട്സ് ആയാലും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചോദിക്കുമ്പോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്റെ മോളൊക്കെ പറയും എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുത്ത് മാർക്ക് കിട്ടിക്കഴിയുമ്പോ ഇവിടേക്കാൾ കൂടുതൽ മാർക്ക് അവർക്കിടും. കാരണം അവർക്ക് അറിയാവുന്നത് അവരെഴുതും, അറിയില്ല അത് ഇവളോട് ചോദിച്ചിട്ട് എഴുതും. അപ്പൊ ഇവൾക്ക് അതൊരു വിഷമമാകും. കാരണം എന്നെക്കാൾ മാർക്ക് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അവർക്ക് അത്ര മാർക്ക് കിട്ടിയത്. അപ്പൊ അവൾക്ക് കിട്ടേണ്ട പൊസിഷൻ അങ്ങോട്ട് പോയി. അപ്പൊ അതുകൊണ്ട് അവളിപ്പോ പറഞ്ഞു കൊടുക്കില്ല. അവളെ 7ലാണ് പറഞ്ഞു കൊടുക്കില്ല. ഈ പറഞ്ഞു കൊടുക്കാതെ വന്നതിനിപ്പോ ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു വിള്ളല് വന്നേക്കാണ്. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാ എന്ന് വെച്ചിട്ട് എല്ലാം ഷെയർ ചെയ്യരുത്. ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റിയും അതും ഡിസിപ്ലിൻ ഒരു പക്വതയൊക്കെ പഠിക്കണമെങ്കിൽ സ്കൂളിൽ വരുന്ന ഒരു സാഹചര്യങ്ങളിൽ കുട്ടികൾ അതൊക്കെ പഠിക്കുന്നത്. ഒരിക്കലും ഒരു വീട്ടിലെ മാത്രമല്ല, വീട്ടിലെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ഷെയറിംഗ് മാത്രമല്ല കുട്ടികളുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പുറത്ത് ഒരു ഒരു വ്യക്തിയുമായിട്ടുള്ള ഷെയറിങ്ങും അവരുടെ കടമയും സ്നേഹബന്ധവും ഒക്കെ അത് ഡിസിപ്ലിന് പറ്റുന്നത് അത് സ്കൂളിൽ നിന്നാണ് അതൊക്കെ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഈ സ്നേഹം എന്ന് പറയുന്നത് ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ്. പറഞ്ഞത് കേട്ടോ? സ്നേഹം അല്ലെങ്കിൽ ലവ് എന്നുള്ളത് അത് ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണോ അത് കൊടുക്കുന്നത്? അതെ. ആണോ? എന്തായാലും ലവ് എന്നത് ഡിസിപ്ലിന്റെ ഭാഗമാണോ ചോദിച്ചാ അല്ല. ഡിസിപ്ലിൻ എന്തായാലും മിസ് പറഞ്ഞ പോലെ ഒരു ഡിബേറ്റ് അല്ലേ പറഞ്ഞിട്ട് അങ്ങ് പറയാണ്. അല്ലാണ്ട് ആരെയും ഇതാക്കി പറയില്ല. നമുക്ക് ഡിബേറ്റ് ആകുമ്പോ അതിൽ ഏതിനോടെങ്കിലും നമ്മൾ യോജിച്ചില്ലെങ്കിൽ അത് പറയണല്ലോ. അത് കാരണം കൊണ്ട് പറയണം. ഇപ്പൊ ഇവര് പറഞ്ഞാല് ഷെയറിങ്ങിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. എന്റെ അനുഭവമാണ്. എന്റെ മോള് എനിക്ക് ഒരു മോളാണ്. ഇപ്പൊ 10th പഠിക്കുന്നത്. ഒറ്റ മോളുള്ളൂ. അപ്പൊ പക്ഷെ അവള് ചെറുപ്പം തൊട്ടേ അവള് ഷെയർ ചെയ്യായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാനിപ്പോ നാത്തൂന്മാരുടെ അവര് മക്കളൊക്കെ വരുമ്പോ ഇവൾക്ക് ചിലപ്പോ എവിടേക്കെങ്കിലും പോകേണ്ട സമയമാണെങ്കിൽ ഞാൻ ഇവിടെ വേഗം ഭക്ഷണം കഴിക്കാൻ വിളിച്ചാ അമ്മ അവരും കൂടി വരട്ടെ വന്നിട്ട് ഇപ്പോഴൊക്കെ കുട്ടികൾ ഫോൺ നോക്കി അവരിയ്ക്കും. ഇവള് അങ്ങനെ ഇരിക്കില്ല. അപ്പൊ ഇവൾക്ക് ഡാൻസിന് എന്തെങ്കിലും പോകേണ്ടതാവുമ്പോ അവര് വന്നിട്ട് നീ കഴിക്കീന്ന് പറഞ്ഞാലും കൂടി അവള് കഴിക്കില്ല. അപ്പൊ അവള് ചെറുതാവുമ്പോഴേ അവൾ അങ്ങനെയാണ്. അവൾക്ക് ഒരു ചെറിയ എന്തെങ്കിലും കിട്ടിയാലും അവള് പറയാ ഒരാളുള്ളൂ. ഇപ്പൊ അവര് 2-3 പേരാകുമ്പോ കൊടുക്കും, ചിലപ്പോ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ. ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞാണ്. പക്ഷെ അവള് ചെറുപ്പം തൊട്ടേ അവള് കൊടുത്തു. ചെറുതാവുമ്പോ അംഗനവാടിയിൽ പോകുമ്പോഴാകുമ്പോഴോ ഇതിനേക്കാളും ചെറുതാവുമ്പോ അവളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടി അവള് അത് മറ്റുള്ളവർക്ക് കൊടുക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഡിസിപ്ലിനിൽ വ്യത്യാസം വരാം. ബിഹേവിയർ ആണ് നമ്മൾ കൂടുതലും സ്കൂളിൽ നിന്ന് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. ഇവിടുന്ന് പഠിച്ച കുട്ടികളായിരിക്കില്ല വേറെ കുട്ടികളുടെ വെച്ച് നോക്കാൻ അവര് സ്കൂളിൽ ഒരു പെരുമാറ്റമായിരിക്കും, വീട്ടിൽ മറ്റൊരു പെരുമാറ്റമായിരിക്കും. പ്രത്യേകിച്ച് ഇനിയിപ്പോ ആരെങ്കിലും സ്കൂള് ഗേൾസ് സ്കൂൾ മാത്രമായിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഇതാവണ്ട. പ്രത്യേകിച്ച് ഞാൻ കണ്ടിടത്തോളം ഞാനും കുറെ സ്കൂളിൽ പഠിക്കാനും ഡിഗ്രിക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അവരുടെ പെരുമാറ്റമാണ്. അവര് സ്കൂളിലുള്ള കുട്ടികള് പ്രത്യേകിച്ച് ഈ ഗേൾസ് സ്കൂള് ലിറ്റിൽ കോൺവെന്റ് സ്കൂളുകൾ ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവർക്ക് കുറച്ചൊരു ഫ്രീ ആണ്. അപ്പൊ അവര് വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമായിരിക്കും. അത് ഒരു മോശപ്പെട്ട സ്വഭാവമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവര് വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമല്ല അവര് പുറത്ത് കാണിക്കുന്നത്. പാരന്റ്സിനോടൊപ്പം കുട്ടികൾ പുറത്തു പോകുമ്പോൾ കാണിക്കുന്ന സ്വഭാവമല്ല അവര് സ്കൂളിൽ കാണിക്കുന്നത്. ടീച്ചേഴ്സും ഒരു ഭാഗം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് എന്താ പറയാ ഇതല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ എനിക്ക് കൂടുതലും നമ്മുടെ ഫാമിലിയാണ്. എനിക്ക് ബിഹേവിയർ ഈ പറഞ്ഞ പോലെ വ്യത്യാസം വരാം. ചിലപ്പോൾ വീട്ടിൽ നല്ലതായി ഇരിക്കുന്ന കുട്ടികൾ സ്കൂളിൽ പോയിട്ട് മോശമായ കുട്ടികളുണ്ട്. അവര് പക്ഷെ വീട്ടിൽ വരുമ്പോ നമുക്ക് അവരെ തിരിച്ചറിയില്ല. വീട്ടിൽ വരുമ്പോ അവര് നമ്മളെ വീട്ടിൽ എപ്പോഴും എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും. പക്ഷെ സ്കൂളിൽ അവര് ചിലപ്പോ വേറെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. ടീച്ചേഴ്സിന് ഒരു പരിധി വരെ അവരെ നോക്കാൻ നമുക്ക് പറ്റും. നമ്മൾ നോക്കി തന്നെ വേണം. പക്ഷെ ടീച്ചേഴ്സിന്റെ കൺട്രോളിൽ നിന്ന് പോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ അതിൽ കുറെ
ഇപ്പൊ എന്ന് പറഞ്ഞ് ഞാൻ പറയും ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷനിൽ വടിയെടുക്കാൻ പറ്റാത്ത ഡിപ്പാർട്ട്മെന്റാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വടി. പക്ഷെ നമുക്ക് വീട്ടിൽ അത് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും നമുക്ക് തെറ്റ് കണ്ട നമ്മുടെ മക്കളാണെങ്കിൽ 2 കൊടുക്കാം, പക്ഷെ സ്കൂളിൽ അത് കൊടുത്താൽ പണിയാവും. അപ്പൊ ആ ഒരു ഇത് കൂടി വെച്ചാണ് ഞാൻ ആ ഒരു ഇതിൽ ഞാൻ കൂടുതലും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഡിബേറ്റ് ആയ കാരണം വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറയാം. അതായത് നമ്മുടെ വീട്ടില് മോശമായ കുട്ടികള് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചേഴ്സിനോട് നല്ല സ്വഭാവമാണ്. അതേപോലെ തന്നെ നേരെ തിരിച്ച് സ്കൂളിൽ ചിലപ്പോൾ മോശമാണെങ്കിൽ വീട്ടിൽ ഭയങ്കര കൂളാണ് സാമാനിക്കും. ഈ 2 കാറ്റഗറീസ് ഉണ്ടാവാറുണ്ട് അല്ലെ കുട്ടികള്. ചിലപ്പോ വീട്ടിൽ മോശമായ കുട്ടീനെ ഒരു ടീച്ചർ വിചാരിച്ച കംപ്ലീറ്റ് നന്നാക്കാൻ പറ്റും അല്ലേ? പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. മുരുകൻ അഭിപ്രായമില്ലല്ലോ. പിന്നെ ഒരു വീട്ടിലെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ 4 സ്വഭാവമായിരിക്കും. അവരുടെ പേരൻസ് ഒന്നാണ്, അവര് വളർന്ന സാഹചര്യം ഒന്നാണ്, എല്ലാം ഒന്നാണെങ്കിലും അവര് ഷെയറിംഗ് മെന്റാലിറ്റി വ്യത്യാസം ഉണ്ടാവും, സ്വഭാവ വ്യത്യാസം ഉണ്ടാവും, ദേഷ്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ കുട്ടികളുടെ ഇൻഡിവിജ്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. മാമിന്റെ അഭിപ്രായം എന്താ? ഞങ്ങളൊക്കെ അഭിപ്രായം അതല്ല, മാമിന്റെ അഭിപ്രായം പറയൂ. അല്ല, സംഗീത മുരുകന്റെ അഭിപ്രായം പറയട്ടെ. വെയിറ്റ് ചെയ്തിരിക്കുന്ന ആള് പറയാനുണ്ടായില്ല. മാം, എന്റെ അഭിപ്രായത്തില് കുട്ടികൾ ഡിസിപ്ലിൻ പഠിക്കണം. ഫസ്റ്റ് ഇപ്പോ ജിനു ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഒരു 3 വയസ്സ് വരെ നമ്മുടെ കീഴിൽ തന്നെയാണ് കുട്ടികൾ. അപ്പൊ നമ്മളെ കൊണ്ടായ രീതിയിലുള്ള ഡിസിപ്ലിൻ ഒക്കെ നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് ചില കുട്ടികൾ അമ്മ പറയണത് കൊഞ്ചലായിട്ട് എടുക്കുകയും കുറച്ച് വാശിയായിട്ട് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ അംഗൻവാടി പോലുള്ള പ്ലേ സ്കൂള് അല്ലെങ്കിൽ അംഗൻവാടി പോലുള്ളിടത്തൊക്കെ പറഞ്ഞു വിടുമ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സ് അവരെങ്ങനെ ഒരു ക്ലാസ്സിൽ എങ്ങനെ അവർ ഇരിക്കണം എന്നും അത് കുട്ടികളോട് എങ്ങനെ അവര് വേറൊരു കുട്ടിയായിട്ട് എങ്ങനെ അവർ കൂട്ടുകൂടണമെന്നും പിന്നെ ഭക്ഷണം കഴിക്കണതും കൃത്യസമയത്ത്, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ആ പാത്രത്തിൽ കൊടുക്കണ ഭക്ഷണം താഴെ വീഴാതെ കഴിക്കാനും, പിന്നെ അത് ഷെയർ ചെയ്യാനും. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് കറി കൊടുത്തു വിടുമ്പോൾ അത് ഷെയർ ചെയ്യാനൊക്കെ ആ കുട്ടികളെ ആ അംഗൻവാടിയിലത്തെ ടീച്ചേഴ്സാണ് പഠിപ്പിക്കണത്. പിന്നെ അതേപോലെ തന്നെ കിടന്നുറങ്ങാനും ഡിസിപ്ലിനോട്, പിന്നെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് അവർ നമ്മളോട് അതാണ് കൂടുതലും അത് പഠിപ്പിച്ചു കൊടുക്കണം. ടോയ്ലറ്റിൽ പോകാൻ അവർക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും നമ്മളോട് ആവശ്യപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരാണ് പഠിക്കണത്, അവർ തന്നെയാണ് പഠിപ്പിക്കണത്. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ ശരിക്കും അവർ ആ സ്കൂളിലത്തെ ഡിസിപ്ലിനോട് കൂടി തന്നെയാണ് ജീവിച്ചു വന്നത്. കാര്യം സ്കൂളിൽ അവർക്കൊരു സ്വഭാവമാണെങ്കിലും വീട്ടിൽ വരുമ്പോൾ അവർക്കതൊരു കൊഞ്ചലാണ്. ശരിക്കും പറഞ്ഞ അച്ഛനും അമ്മയുടെ ഒരു സ്വാതന്ത്ര്യമാണല്ലോ അവർക്ക്. ആ ഡിസിപ്ലിൻ അവരവിടെ വീട്ടിൽ കാണിക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണ്. എന്റെ ഇളയ മോള് ഹോസ്റ്റലിലാണ് പഠിക്കണത്. അവളിപ്പോ 2 കൊല്ലം അവിടെ പഠിക്കണത്. ആ ഹോസ്റ്റലിൽ ഭയങ്കര സ്ട്രിക്ട്നെസ് ആണ് എല്ലാ കാര്യങ്ങൾക്കും. രാവിലെ 7 മണിക്കുള്ളിൽ എണീറ്റ് ഫുഡ് കഴിക്കണം. അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 7 മണിക്കാണ്, ഉച്ചയ്ക്ക് 1 മണിക്കാണ് അവിടുത്തെ ലഞ്ച്, ഈവനിങ് 4 മണി അല്ലെങ്കിൽ 5 മണിക്ക് അവർക്ക് സ്നാക്സ് കൊടുക്കും, രാത്രി 7 മണിക്ക് അവർക്ക് ഡിന്നർ കൊടുക്കും. അപ്പൊ അതൊക്കെ അവൾ അവിടെ ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ അതുപോലെ തന്നെ മൊബൈല്, നമ്മുടെ വീടുകളിൽ മൊബൈൽ യൂസ് ചെയ്യണ പോലെ അവിടെ കൊടുക്കില്ല. അവർക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അവർക്ക് മൊബൈൽ ഉള്ളൂ കയ്യില്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ അവർ അവിടെ വെച്ച് ശരിക്കും ആ ഡിസിപ്ലിൻ അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ വെക്കേഷൻ ടൈമിൽ നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഇത് മൊത്തം മാറുവാണ്. ഉറങ്ങി എണീക്കണ, ശരിക്കും പറഞ്ഞ 6 മണിക്ക് എണീക്കണ എന്റെ മോള് വീട്ടിൽ വന്ന് എണീക്കണ 11 മണിക്കാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കണത് തന്നെ വൈകുന്നേരം 4 മണിക്കാണ്. കാര്യം അത്രയും നേരം ഞാൻ ഉറങ്ങട്ടെ, പറയുക അമ്മ ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, എനിക്ക് അവിടെ ഇതൊന്നും പറ്റില്ല, അവര് സമ്മതിക്കില്ല. അതുപോലെ തന്നെ നമ്മള് ഉടുക്കണ തുണികൾ വാഷ് ചെയ്യാനൊക്കെ അവിടെ വെച്ച് അവർ പഠിക്കുവാണ് ശരിക്കും. കാര്യം അതൊക്കെ ഒരു ഡിസിപ്ലിന്റെ ഒരു രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത്. അവർക്ക് പഠിക്കാൻ ഒരു ടൈമുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് അത് അങ്ങനെ അവർ ഫോളോ ചെയ്തു പോകും. കാര്യം അവിടെ അവർക്ക് അവർക്ക് പേടിയുണ്ട്. പക്ഷെ വീട്ടിൽ വരുമ്പോൾ ആ ഒരു പേടിയില്ല. അച്ഛനമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ ഫ്രീഡം. എന്റെ മോള് BSc റെസ്പിറേറ്ററി കോഴ്സാണ് പഠിക്കുന്നത്. 3 കൊല്ലത്തെ കോഴ്സ്. ഇപ്പൊ 2 കൊല്ലമായി. അവള് സെക്കൻഡ് ഇയറിലേക്ക് ഇപ്പൊ വന്നേക്കുവാണ് അവള്. അപ്പൊ എന്റെ മോളുടെ ഇതും കൂടെ ചേർത്താണ് ഞാൻ പറയാൻ. ഡിസിപ്ലിൻ ഒരു വിധത്തിൽ നമ്മൾ ഫാമിലിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, ഒരു തുല്യ ഇതുണ്ട് കോളേജുകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലും. താങ്ക് യു.
നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡും നമുക്ക് ഒരേ ബാലൻസ് ചെയ്യേണ്ടി വരും. പക്ഷെ കുറച്ച് ഈ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു തട്ട് കൂടുതൽ നിൽക്കുന്നത് ഏതാണ്? കൂടുതൽ നിൽക്കുന്നത് ഏതായിരിക്കും? സ്കൂളാണോ ഫാമിലി ആണോ? സ്കൂളല്ലേ? കൂട്ടത്തില് തല്ല് കൂടിക്കാനുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. സ്കൂള് വീട്ടിൽ നിന്ന് അറിയാത്ത കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. ഒരു യൂണിറ്റി ഉണ്ടാവും അവർക്ക് എന്ത് ചെയ്യുമ്പോഴും. നമ്മള് ഒരു ബേസിക് കാര്യങ്ങൾ മാത്രം നമ്മുടെ ഫാമിലിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അല്ലാതെ അവര് ഹോൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂൾ സെറ്റിംഗ്സിൽ തന്നെയാണ്. അത് അധ്യാപകരുടെ കൂടെ കൂട്ടുകാരുടെ കൂടെയാണ്. അപ്പൊ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ അമ്മമാര് പറയുന്നതിലും അച്ഛന്മാര് പറയുന്നതിലും കുറച്ചുകൂടി ഡിഫറെന്റ് വേയിലാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അത് കുറെ കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയോ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തില് ശരിക്കും ആ ഒരു ഓരോ ഇൻഡിവിജ്വലെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആ ഒരു അത്രയും വർഷത്തെ ആ ഒരു സ്കൂൾ സെറ്റിംഗ് അന്തരീക്ഷം അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഒരു ബിഹേവിയർ ഉണ്ടായി അല്ലെങ്കിൽ അവരെ ഒരു വ്യക്തികളാക്കി മാറ്റാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂള് നിങ്ങൾ പഠിച്ച ഒരു 10ാം ക്ലാസ് വരെയുള്ള ആലോചിച്ചാൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് നമ്മളിൽ പല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും നമ്മൾ അറിവും പഠിച്ചു. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പെരുമാറണം, ആരോട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ ആ ഒരു വർഷം അത്രയും വർഷത്തിൽ നമുക്ക് നമ്മളെ ശരിക്കും സ്വാധീനിച്ചിട്ടുള്ളത്, നമ്മളെന്ന വ്യക്തിയെ സ്വാധീനിച്ചിട്ടുള്ളത് നമ്മുടെ ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൗമാരകാലം വരെ സഞ്ചരിച്ച ആ ഒരു സ്കൂൾ അന്തരീക്ഷം തന്നെയാണ് കേട്ടോ എല്ലാവരെയും സ്വാധീനിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഉയരാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഉയരാനായിട്ട് നമുക്കുള്ള വഴി ഉണ്ടാക്കി തന്നത് ഈ ഒരു 15 വയസ്സുള്ള ഒരു കാലഘട്ടമാണ്. അതാണ് നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ. ആ ഒരു കാലഘട്ടത്തിലെ സ്വാധീനിച്ച അധ്യാപകരെ അല്ലെ എല്ലാവരും ജീവിതത്തിൽ സ്വാധീനിച്ച അധ്യാപകർ ഉണ്ടായിട്ടുണ്ടാവും ഒരേപോലെ തന്നെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിനും ആ ഡിസിപ്ലിന്റെ മേഖലയിലും അധ്യാപകർ തന്നെ ഒരുപടി മുന്നിലായി നിൽക്കുന്ന സ്കൂളുകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. എന്നിരുന്നാൽ പോലും എന്താണ് ഫാമിലിയെ നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റില്ല അല്ലെ. യെസ്. അപ്പോഴവിടെയാണ് ഈ രണ്ട് കാര്യം നോക്കുന്നത്. ഫാമിലിയിൽ മോശമായ കുട്ടികൾ സ്കൂൾ സെറ്റിംഗ്സ് ചെല്ലുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ സിനിമകളിലാണെങ്കിലും വീഡിയോസിലൊക്കെ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ നന്നായി കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, സ്കൂളിൽ പോയിട്ട് ആരും ഇതുവരെ മോശമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കൂട്ടുകെട്ടുകളാവാം, മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ആവാം അതിനെ അഫക്ട് ചെയ്യുന്നത്. ഒരിക്കലും ഒരു അധ്യാപകൻ എന്താണ് നീ മോശമായിട്ട് ഒരു വഴിയിൽ പോകാൻ പഠിപ്പിച്ചു കൊടുക്കില്ല. പഠിച്ചു കൊടുക്കുമോ? ഒരാളും ചെയ്യില്ല. നമ്മള് ക്ലിയർ ആയിട്ടുള്ള വേസ് മാത്രമായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവർ ചൂസ് ചെയ്യുന്നത് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കുള്ളൂ. പക്ഷെ അതേപോലെ പിന്തുടരുന്ന കുട്ടികളുണ്ട്. നല്ല അധ്യാപകർ സ്കൂളുകളിലാണെങ്കിലും ബോധവരണ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഓരോന്നിനെ കുറിച്ചിട്ടും അവയർനെസ് തരുന്ന ക്ലാസ്സുകളും ഒക്കെ നമുക്ക് സ്മാർട്ട് റൂമിലൊക്കെ പോയിട്ട് നമുക്ക് ടിവിയിലൊക്കെ ഇട്ടിട്ട് CD ഒക്കെ ഇട്ടിട്ട് ഡോക്യുമെന്ററികളും ഒക്കെ കാണിച്ചു തരും. അങ്ങനെയുള്ള വെറും പഠനം മാത്രമല്ലാതെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇച്ചിരിയും കൂടി ഷാർപ്നെസ് വേണമായിരുന്നു. കുറച്ച് കുറവുണ്ടായിരുന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ നിന്ന് പേരൻസ് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. ഡിസിപ്ലിൻ പറ്റിയ കാര്യം ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് വീട്ടിൽ നിന്നാണ്, ശരിയാണ്. പക്ഷെ അവർ അപ്ലൈ ചെയ്യുന്നത് അവരുടെ സ്കൂൾ ലൈഫിലാണ്. വീട്ടിൽ നിന്ന് നിങ്ങൾ അടങ്ങിയിരിക്കണം, അങ്ങനെ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം, തല്ല് പിടിക്കരുത്. നമ്മൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കും, ശരിയാണ് പറഞ്ഞു കൊടുക്കും. സിബ്ലിങ്സ് തല്ല് പിടിക്കരുത്, ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവിടുത്തെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് അവരുടെ സ്കൂളാണ്. സ്കൂളിൽ അവരെങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതെങ്ങനെ ഓരോ സിറ്റുവേഷൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് അവരുടെ ഡിസിപ്ലിന്റെ ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളെ സ്കൂളുകളിലുള്ളതിനേക്കാൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിരുന്നു ട്യൂഷൻ സെന്ററിൽ. തന്നെയാണ് അല്ലെ. ട്യൂഷൻ സെന്റർ എന്താണ് അധ്യാപനം പഠിപ്പിക്കുന്ന ഒരു സെറ്റിംഗ്സ് തന്നെയല്ലേ. സ്കൂളായിട്ട് കമ്പയർ ചെയ്യുന്ന സെയിം സെറ്റിംഗ്സ് തന്നെയാണ് അത്. അവിടെ നമ്മളെ ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും പഠിപ്പിക്കുന്ന സാർമാരാണെങ്കിലും നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ട്യൂഷൻ ക്ലാസ്സിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് അറിയാം. സ്കൂളിൽ എങ്ങനെയാണെന്നുള്ളത് അറിയാം, വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് അറിയാം. വീട്ടിലായിരിക്കും കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഫ്രീഡം ഇല്ലാന്നല്ല. സ്കൂൾ ആവശ്യത്തിനധികം ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൺട്രോൾഡ് ആയിട്ടുള്ള മാനറിലായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവരവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അധ്യാപകർ വഴക്ക് പറയും, തല്ലുമെന്ന ബോധം വ്യക്തമായിട്ട് കുട്ടികൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ എന്താണ് അവര് നിയന്ത്രിതമായിട്ടുള്ള കൺട്രോൾഡ് ബിഹേവിയർ ആണ് അവിടെ കാണിക്കുന്നത് അല്ലെ. പക്ഷെ കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. അത് ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ തനിയെ രൂപപ്പെടുന്നതാണ്.
ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ പഠിപ്പിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 6 വയസ്സ് വരെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, 1-ാം ക്ലാസ് വരെ നമ്മൾ ഭയങ്കരമായിട്ട് ടീച്ചേഴ്സ് കഷ്ടപ്പെടും. കാരണം അവരൊന്ന് ചട്ടം പിടിപ്പിച്ച് വരാനായിട്ട്. ഓക്കെ, പക്ഷെ ഒരു 1-ാം ക്ലാസ്സിൽ എത്തുന്ന സമയം നമുക്ക് അവരെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടാവും അല്ലെ. കുറച്ചുകൂടി സ്വഭാവമായ രൂപീകരണങ്ങൾ വ്യത്യാസം വരും, ബിഹേവിയറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേബിൾ ആയിട്ട് വരും 1-ാം ക്ലാസ് എത്തുന്ന സമയത്ത്. അതായത് ഈ സ്കൂൾ മുതൽ ഒരു 6 വയസ്സ് വരെയുള്ള സമയത്ത്. അതിനുശേഷം എന്താണ് പിന്നെ അവർക്ക് അവരെ ഒരു ട്രാക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സ്കൂൾ അന്തരീക്ഷം, അതായത് സ്കൂളിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം, വ്യക്തമായിട്ട് അവർക്ക് തന്നെ ഒരു ബോധമുണ്ട്. കുട്ടികൾക്ക് അറിയാം. ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കാര്യം, പക്ഷെ ടീച്ചറിനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കരച്ച് കിടക്കത്തില്ല അല്ലെ. ചില കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ എന്താ നമുക്ക് അറിയാം, നിയന്ത്രിതമായിട്ട് എങ്ങനെയൊക്കെ ഡിസിപ്ലിൻഡായിട്ട് പെരുമാറണം. അപ്പൊ നമുക്ക് രണ്ടും സപ്പോർട്ട് ചെയ്യാം അല്ലെ, ഫാമിലിയും സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഒരുപാട് മുന്നിൽ നിൽക്കുന്നത് എന്നിരുന്നാലും സ്കൂളുകൾ തന്നെയാണ് അല്ലെ, അധ്യാപകർ തന്നെയാണ്. നമ്മൾ ടീച്ചേഴ്സ് ആണപ്പോൾ നമുക്ക് അതിനേക്ക് സപ്പോർട്ട് ചെയ്താൽ മതിയാവും അല്ലെ. ഓക്കെ, അതെ അതെ, ഒരു ടീച്ചർ വിചാരിച്ചാൽ കുട്ടിയെ കഴിയും. കുട്ടീനെ ചില കുട്ടികൾക്ക് നഖം പറ്റൊന്നും ശ്രദ്ധിക്കുകയില്ല. പേരൻസിന് സമയം ഉണ്ടാവില്ലായിരിക്കും. പേരൻസ് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ശ്രദ്ധിക്കില്ല. പക്ഷെ ടീച്ചേഴ്സ് നല്ല വഴക്ക് പറയുകയൊക്കെ ചെയ്ത് കഴിയുമ്പോ ശ്രദ്ധിക്കും. പല കുട്ടി ശ്രദ്ധിക്കാറുണ്ട് കുട്ടികളൊക്കെ. തലമുടിയൊക്കെ നീറ്റായിട്ട് കൊണ്ടുവരുന്ന, പേനൊക്കെ കൊല്ലലൊക്കെ ടീച്ചേഴ്സ് പറയുമ്പോഴാണ് അവരതൊരു ഒരു കാര്യമായിട്ട് എടുത്ത് പിന്നെ നാണക്കേടും കൂടി ചിന്തിച്ച് അവര് കറക്റ്റ് ആയിട്ട് ചെയ്യും. പേരൻസ് പറയുമ്പോ ചെയ്യാം ചെയ്യാമെന്ന് തള്ളി തള്ളി വിടുന്നൊക്കെ ടീച്ചേഴ്സ് പറയുമ്പോ കറക്റ്റ് ആയിട്ട് അനുസരിക്കും അവരതൊക്കെ. മാം, ഞാനിവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ട്യൂഷൻ തന്നെ കുട്ടികളുടെ പാരന്റ്സ് എന്നെ വിളിക്കാറുണ്ട്. അതായത് അവര് പറഞ്ഞിട്ട് ചെയ്യാത്ത കാര്യങ്ങള് എന്നോട് അവര് വിളിച്ച് പറയും. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ മുടി വെട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഞാനിപ്പോ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്നേഹത്തോടെ നല്ല, കാരണം വീട്ടിലെന്ന് പറയുമ്പോൾ ചിലപ്പോ കുറച്ച് ഇപ്പൊ പാരന്റ്സ് ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് സ്നേഹത്തോടെയൊക്കെ പറഞ്ഞാൽ അനുസരിക്കാത്ത പിള്ളേരുണ്ട്. അപ്പൊ ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവര് ഓക്കെയാണ്. അവര് പിറ്റേ ദിവസം ചെയ്തു വരും. അപ്പൊ അതുകൊണ്ടിട്ട് പാരന്റ്സ് അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങള് എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറയും. എന്നിട്ട് പറയും ഞാൻ പറഞ്ഞെന്ന് പറയണ്ട എന്ന് പറയും. പാരന്റ്സിനെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ അല്ലെ. അതാണ്. പിന്നെ എന്റെ മോള് പറയില്ലേ, പുസ്തകങ്ങൾ നീറ്റായിട്ട് വെക്കാം മിസ് പറഞ്ഞ്, രാവിലെ എണീക്കുമ്പോ നഖം വളർന്നിട്ടുണ്ടെങ്കിൽ വെട്ടാം മിസ് പറഞ്ഞ്, മുടി കെട്ടാം മിസ് പറഞ്ഞ്, വീട്ടില് നേരത്തിന് കുളിക്കണം, ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ അവൾ ഇവിടെ വന്ന് പറയലുണ്ട്. അതുപോലെ തന്നെ ഇവര് ഫ്രണ്ട്സ് തമ്മിൽ ഒരു ബോണ്ട്, സ്നേഹം. ഇവളെ ഒരു ദിവസം പനി വന്നിട്ടേ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസം അവളെ ഫ്രണ്ട് വിഷമത്തില് വിളിച്ചിരിക്കണ്, പനി മാറിയോ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ലേ, നാളെ അവള് സ്കൂളിൽ വരുമെന്നൊക്കെ ചോദിച്ചിട്ട് അവളെ അമ്മേനെ കൊണ്ട് വിളിപ്പിച്ചേക്കണ്. ഇവര് തമ്മിലുള്ള ഒരു സ്നേഹം, അവൾക്ക് വയ്യാണ്ടായി ഇവളും വിളിക്കും. അങ്ങനൊക്കെ ഒരു ഡിസിപ്ലിൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൂടുതലും പഠിക്കുന്നത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എക്സ്ട്രാ പെട്ടെന്ന് കേരള ക്ലാസ് ഇങ്ങനെ ചെയ്തതാണ്. അടുത്ത ക്ലാസ് സെമിനാറാണ്. ടീച്ചർ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ, എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു താങ്ക് യു. താങ്ക് യു മാം.